തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വീണ്ടും മൈക്ക് പ്രശ്നം നേരിട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സരസപരമായ പരാമർശവുമായി രംഗത്ത്. ഈ മൈക്ക് വെച്ചാൽ തന്നെ നമുക്ക് പ്രശ്നമാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കട്ടപ്പനയിലെ പൊതുപ്രസംഗത്തിനിടെ മൈക്കിൽ ശബ്ദ തകരാർ ഉണ്ടായതോടെയാണ് സംഭവം. പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം വ്യക്തമായി കേൾക്കാത്ത അവസ്ഥ ഉണ്ടായതോടെ മുഖ്യമന്ത്രിക്ക് ഇടയ്ക്ക് പ്രസംഗം നിർത്തേണ്ടി വന്നു. ഇതിനു പിന്നാലെ വേദിയിലെത്തിയ സാങ്കേതിക സംഘം പ്രശ്നം പരിഹരിക്കുന്നതിനിടെ ഈ മൈക്ക് വെച്ചാൽ തന്നെ നമുക്ക് പ്രശ്നമാണെന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു. ഇവിടെ മൈക്ക് വെച്ചത് നിങ്ങൾ കുറച്ച് അകലെയായതുകൊണ്ടാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തുടർന്ന് പ്രസംഗം പുനരാരംഭിച്ചു. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദികളിൽ മൈക്ക് തകരാർ സംഭവിക്കുന്നത് ഇതാദ്യമല്ല. മുൻപ് കൊല്ലത്തും മറ്റ് സ്ഥലങ്ങളിലും പ്രസംഗത്തിനിടെ മൈക്ക് പ്രവർത്തനരഹിതമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില പരിപാടികളിൽ ശബ്ദ പ്രശ്നം കാരണം പ്രസംഗം നിർത്തി വീണ്ടും തുടങ്ങേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള പിണക്കം എന്ന തരത്തിലുള്ള പരിഹാസവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ശക്തമായ രാഷ്ട്രീയ മത്സരത്തിനിടയിൽ നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ ചെറിയ സംഭവങ്ങളിലും വലിയ ശ്രദ്ധ നേടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കട്ടപ്പനയിലെ മൈക്ക് തകരാർ വലിയ വിവാദമൊന്നും ആകാതിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി. തുടർച്ചയായി ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചർച്ചയായിരിക്കെ ഇത് പ്രചരണ വേദികളിലെ ക്രമീകരണങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വേദിയിലെ ശബ്ദ സംവിധാനത്തിൽ മൈക്ക് പ്ലേസ്മെന്റും സൗണ്ട് ബാലൻസും ശരിയായ രീതിയിൽ ക്രമീകരിക്കാത്തതാവാം ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നത്തിന് കാരണം. വലിയ പൊതുയോഗങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വയർലെസ് മൈക്കുകൾ സിഗ്നൽ ഇടപെടൽ, ബാറ്ററി പ്രശ്നങ്ങൾ എന്നിവ കാരണം ഇടയ്ക്ക് തകരാറിലാകാറുണ്ട്. കട്ടപ്പന പോലുള്ള തുറന്ന വേദികളിൽ കാറ്റിന്റെ വ്യതിചലനം, ജനക്കൂട്ടം, സ്പീക്കർ പ്ലേസ്മെന്റ് തുടങ്ങിയവ ശബ്ദ ഗുണനിലവാരത്തെ ബാധിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഹാസ്യപരമായ പ്രതികരണം ഇതിനോടകം വീഡിയോ ക്ലിപ്പുകളായി വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലർ ഇത് ലളിതമായ സംഭവമായി കണ്ടപ്പോൾ മറ്റു ചിലർ സംഘാടക വീഴ്ചയായി വിമർശിക്കുകയാണ്. മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള പിണക്കം എന്ന ഹാഷ്ടാഗ് പോലുള്ള പരിഹാസ ട്രെൻഡുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്.